യും ഒലിച്ചുപോയതിനെ തുടർന്ന് ഉണ്ടായ ബെയിലി പാലത്തിന്റെ നിർമ്മാണമൊക്കെ നമ്മൾ കണ്ടതാണ്. നിരവധി പേർ മരണപ്പെട്ടു, നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന നൂറുകണക്കിന് ആളുകളുണ്ട് എന്നുള്ളതാണ്. കേരളത്തിന്റെ വലിയ സഹായമൊക്കെ അങ്ങോട്ടേക്ക് പ്രവഹിച്ച ഒരു പ്രദേശം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കണം. അതിന്റെ ഞെട്ടിപ്പിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എസ് വിനേഷ് കുമാറിലേക്ക് ഒന്ന് പോകണം. വിനേഷ് കുമാർ ആ പ്രദേശത്തുണ്ട്, ഈ ദൃശ്യങ്ങൾ ലഭിച്ച പ്രദേശത്ത് വിനേഷ് കുമാർ ഉണ്ട്. അവിടുത്തെ ഒരു മനസ്സിലാക്കുന്നത് ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ CCTVയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. വിനേഷ്, എത്ര ഭീതിജനകമാണ്, എത്ര ഭീകരമാണ്, എത്ര ഭയാനകമാണ് ഈ ദൃശ്യങ്ങൾ എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കാരണം ശക്തമായ വെള്ളപ്പാച്ചിൽ വരുന്നു, അത് സാധനങ്ങൾ ആ കടയൊട്ടാകെ ഒലിപ്പിച്ചുകൊണ്ട് പോകുന്ന ആ കാഴ്ചകൾ ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ വ്യക്തമാക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വീണ്ടും ഇതിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥ നമുക്ക് ബോധ്യപ്പെടുകയല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും അത്ര കുത്തിയൊലിച്ച് ഒരു മല പൊട്ടിത്തെറിച്ചുകൊണ്ട് കുത്തിയൊലിച്ച് വെള്ളവും കല്ലും അതുപോലെ തന്നെ മരങ്ങളുമെല്ലാം കടപുഴകിക്കൊണ്ടെല്ലാം വന്ന് ആഞ്ഞടിച്ച് ഒരു കടയിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ദൃശ്യമാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഈ സമീപത്ത് നമുക്കറിയാം, ഇവിടെ പല കടകളിലും CCTV സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ പലതും പ്രവർത്തനരഹിതമായതാണ് ആ ഉരുൾപൊട്ടലോട് കൂടി. അതിൽ നിന്ന് ഒരു കടയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു ദൃശ്യം മാത്രമാണ്. കാരണം ഈ കടകൾ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തേക്കാണ് വെള്ളം അതിഭീകരമായി കുത്തിയൊലിച്ച് വരുന്നതാണ് ദൃശ്യങ്ങളുള്ളത്. ഇതിന് പുറകിൽ, അതായത് ഇപ്പോൾ ഈ കടയ്ക്ക് പുറകിലുള്ള ഭാഗത്താണ് യഥാർത്ഥത്തിൽ ഈ പുഞ്ചിരിമട്ടം മലനിരകളുള്ളത്. അവിടെ നിന്ന് ഇതുവഴിയാണ് വെള്ളം ഈ അങ്ങാടിയിലേക്ക് എത്തി. ചെറിയൊരു പട്ടണമാണ്, ഇപ്പോൾ രഞ്ജിത്തിനറിയാം, രഞ്ജിത്ത് കണ്ടിട്ടുള്ള സ്ഥലമാണ്. ഈ ചൂരൽമല ചെറിയ പട്ടണമാണ്, വളരെ കുറച്ച് കടകളും മറ്റുമുള്ള ഇതാണ്. ഇതിൻ്റെ തൊട്ട് പുറകു ഭാഗത്താണ് വെള്ളാർമല സ്കൂളുള്ളത്. സ്കൂളിനോട് ചേർന്നുള്ള ചെറിയൊരു തോടുണ്ട്. ആ തോടിൻ്റെ തൊട്ട് മുകളിൽ ഉരുൾപൊട്ടിയതിൻ്റെ വെള്ളവും മറ്റും കുത്തിയൊലിച്ച് കടകളിലേക്ക് വരുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോഴും ഈ കടകളിലേക്ക് അന്ന് കുത്തിയൊലിച്ച് വന്നിരിക്കുന്ന വെള്ളവും ചളിയും കല്ലും മണ്ണുമെല്ലാം ഉണ്ട്. ഇത് ഇവിടുന്ന് മാറ്റുന്ന അല്ലെങ്കിൽ ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പ്രദേശത്ത് വലിയ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് 1250 കോടിയുടെ നഷ്ടം ഇതുവരെ ഉള്ള കണക്കുകൾ പരിശോധിച്ചപ്പോഴുണ്ട്. കാരണം ഇത് അന്തിമ കണക്കല്ല, ഇതുവരെയുള്ള കണക്കാണ്. ഒപ്പം തന്നെ 119 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ബാക്കിയുള്ളതിൻ്റെ എല്ലാം തന്നെ 401 DNA പരിശോധനകൾ പൂർത്തിയായപ്പോൾ അതിൻ്റെ ഫലങ്ങൾ അനുസരിച്ചാണ് ഇപ്പോൾ ഇനി 119 ആളെ കൂടി കണ്ടെത്താനുള്ള ഇതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ഇപ്പോഴും ഇവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ക്ലീനിങ് ജോലി നടക്കുന്നു. തെരച്ചിൽ അത്ര ഊർജിതമല്ല, ഭാഗികമായി മാത്രമാണ് തെരച്ചിൽ നടക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ ഇപ്പോൾ അതുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ കാണാം, ഈ പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉള്ള ഈ ബാങ്കുകളുണ്ട്, അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രമുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളെല്ലാം തന്നെയുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇത് കുത്തിയൊലിച്ച് ഇതിലേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും ആളുകൾ ഇപ്പോഴും പോലീസും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ ഉള്ള ആളുകൾ ഇവിടെ എത്തുന്നു. നമുക്ക് ഇപ്പോഴും ഇവിടെ തെരച്ചിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, ഈ പരിസരത്തു നിന്നാണ് ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും നമുക്കിവിടെ കേരള സംസ്ഥാന സഹകരണ ബാങ്കുണ്ട്, അതുപോലെ തന്നെ മറ്റു ബാങ്കും മറ്റു സംവിധാനങ്ങളും എല്ലാം ഉൾപ്പെടെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെയാണ് വലിയ ശബ്ദത്തോടു കൂടി പുഞ്ചിരിമട്ടത്തിൽ നിന്ന് ഉരുൾ പൊട്ടിയിറങ്ങി നമുക്കിപ്പോൾ നമ്മുടെ